ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കൊരു സ്പെഷ്യൽ കറി ഉണ്ടാക്കാം. മുളപ്പിച്ച പയർ കൊണ്ടുള്ള കറിയാണ് കേട്ടോ. അപ്പോൾ മുളപ്പിച്ച പയർ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് നമ്മൾ കടലയൊക്കെ മിക്സ് ആയതാണെങ്കിൽ അത് നല്ലതാണ്. പിന്നെ ഉരുളൻകിഴങ്ങ്, മല്ലിയില, ഉള്ളി, ഒരു തക്കാളി, ചെറിയൊരു കഷ്ണം ഇഞ്ചി, വഴുതനങ്ങ, ഇത് ഇത്രയുമാണ് നമുക്കതിലേക്ക് വേണ്ടത്. അപ്പോൾ ഞാനൊരു കുക്കർ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിക്കാം. പിന്നെ നമുക്ക് നമ്മൾ എടുത്ത് വെച്ചിരുന്ന ഉള്ളിയിൽ നിന്ന് ഞാനൊരു പകുതി ഉള്ളി എടുത്തിട്ടുണ്ട്. അതും തേങ്ങയും മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കറിലേക്ക് കുറച്ച് എണ്ണ ഒഴിക്കാം. എണ്ണ ഒന്ന് ചൂടായിട്ട് വരട്ടെ. നമുക്കിത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. നല്ല ടേസ്റ്റുമാണ് ചോറിനൊക്കെ കഴിക്കാൻ. അപ്പോൾ ഇതേ എണ്ണ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഉള്ളി നമുക്കിതിലേക്ക് ചേർക്കാം. ഉള്ളി ഇതിലേക്ക് ചേർത്ത് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. വഴറ്റുക എന്ന് പറയുമ്പോൾ ഒരുപാട് അങ്ങ് വഴറ്റി വേണ്ട. അതൊന്ന് ചെറുതായിട്ടൊന്ന് വാടി വരത്തക്ക രീതിയിൽ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. അപ്പോൾ ഒരു ശകലം ഉപ്പും കൂടെ ചേർത്ത് വഴറ്റുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ വഴന്ന് കിട്ടും. അപ്പോൾ ഒരല്പം ഉപ്പും കൂടെ ചേർത്ത് ഞാൻ ഒന്നുകൂടെ ഒന്ന് വഴറ്റിയെടുക്കുവാണ്. അപ്പോൾ ഉള്ളി നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മുളപ്പിച്ച പയറും കൂടെ ചേർത്തിട്ട് ഒന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ ഞാൻ മുളപ്പിച്ച പയർ ചേർക്കുകയാണ്. മുളപ്പിച്ച പയറും ചേർത്ത് അതും കൂടെ ഒന്ന് നന്നായിട്ട് ഇളക്കിയെടുക്കാം. നേരത്തെ ഇത് ഞാൻ കഴുകി തോർത്തി വെച്ചിരുന്ന മുളപ്പിച്ച പയറാണ് കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഇളക്കാം. ഒരു 2-3 സെക്കൻഡ് ഒന്ന് ഇളക്കിയാൽ മതി കേട്ടോ, അത്രയും മതി. പിന്നെ നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന വഴുതനങ്ങ, ഉരുളൻകിഴങ്ങും ഒക്കെ ഇല്ലേ, അപ്പോൾ അതെല്ലാം കൂടെ നമുക്കിതിലേക്ക് ചേർക്കാം. അതും 2-3 സെക്കൻഡ് നമുക്കൊന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ ഈ വഴുതനങ്ങയും ഉരുളൻകിഴങ്ങും ഒരുപാട് വെന്തുടയൊന്നും വേണ്ട കേട്ടോ. നമുക്കത് കാണത്തക്ക രീതി വേണം. അപ്പം ഒരുപാട് വഴുതനങ്ങയും ഒരുപാട് ഉരുളൻകിഴങ്ങും പാടില്ല. അപ്പം നമ്മുടെ ആ മുളപ്പിച്ച പയറിൻ്റെ ടേസ്റ്റ് അങ്ങ് പോകും കേട്ടോ. അപ്പം ഒരു ഉരുളൻകിഴങ്ങും ഒരു വഴുതനങ്ങയുടെ ആവശ്യമുള്ളൂ. പിന്നെ ഒരല്പം ഉപ്പും കൂടെ ചേർത്ത് ഞാനൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് ഇത് മിക്സായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ഒരല്പം വെള്ളവും കൂടെ ചേർക്കുന്നുണ്ട്. നമുക്കത് വേവാൻ ആവശ്യമായ വെള്ളം, ഒരുപാട് വെള്ളമൊന്നും ആവശ്യമില്ല. അപ്പോൾ വെള്ളവും കൂടെ ചേർത്ത് ആ പയറിൻ്റെയൊക്കെ മുകളിൽ കിടക്കത്തക്ക രീതിയിൽ മതി വെള്ളം കേട്ടോ. മുങ്ങി കിടക്കത്തക്ക രീതിയിൽ വെള്ളം ചേർത്ത് ഒരല്പം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് മിക്സ് ചെയ്തിട്ട് നമുക്കിത് ഒന്ന് വേവിച്ചെടുക്കാം. ഒരു 2-3 വിസിലടിക്കത്തക്ക രീതിയിൽ നമുക്ക് 2 വിസിൽ മതി കേട്ടോ, 2 വിസിൽ മതി. എന്നിട്ട് നമുക്ക് അത് അടച്ച് വെച്ച് വേവിക്കാം. ഇനി നമുക്കതിലേക്ക് ഒരു അരപ്പ് തയ്യാറാക്കണം. അതിലേക്ക് തേങ്ങ, ഉള്ളി, കുറച്ച് ഇഞ്ചി, 2-3 അല്ലി വെളുത്തുള്ളി, പിന്നെ വേണ്ടത് പട്ട, ഗ്രാമ്പു, ഇതെല്ലാം കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം. നല്ല പേസ്റ്റായിട്ട് തന്നെ അരച്ചെടുക്കണം കേട്ടോ, നന്നായിട്ട് അരച്ചെടുക്കണം. അതോടൊപ്പം നമുക്ക് ഒരല്പം മല്ലിയിലയും കൂടി ചേർക്കാം. നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടില്ലേ, ആ മല്ലിയിലയും കൂടി ചേർക്കാം. പിന്നെ വേണ്ടത് നമുക്ക് ഒരു തക്കാളിയാണ്, അതും കൂടി ഇടാം. പിന്നെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഒരല്പം മല്ലിപ്പൊടി, ഇത് ഇത്രയും കൂടി ചേർക്കാം. ഇതെല്ലാം വളരെ കുറച്ച് മതി കേട്ടോ, എല്ലാം ഒരു 1/2 സ്പൂണൊക്കെ വെച്ച് മതി. ഇതോട് ചേർത്തിട്ട് വേണം നമുക്ക് നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുക്കാൻ. അപ്പോൾ ഞാൻ മല്ലിയിലയും കൂടി ചേർക്കുന്നുണ്ട്. പിന്നെ ഇനി ഇതിലേക്ക് മല്ലിപ്പൊടി ചേർക്കുന്നു, ഒരല്പം മുളക് പൊടി, ഒരല്പം മഞ്ഞൾപ്പൊടി. മുളക് പൊടിയൊക്കെ വളരെ കുറച്ച് മതി കേട്ടോ, ഇത് ഒരുപാടൊന്നും അതിൻ്റെ ആവശ്യമില്ല. ഇപ്പോൾ മഞ്ഞൾപ്പൊടി ചേർത്ത് ഞാൻ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. ഒരല്പം വെള്ളം ചേർക്കാം നമുക്കൊന്ന് അരഞ്ഞ് വരാൻ വേണ്ടി. അപ്പോൾ നമുക്കത് അരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ നല്ല പേസ്റ്റായിട്ട് തന്നെ വേണം അരയ്ക്കാൻ. ഇപ്പം നമ്മുടെ കുക്കർ നമ്മൾ വേവിക്കാൻ വെച്ചിരുന്ന പയറൊക്കെ നന്നായിട്ട് വെന്ത് വിസിലൊക്കെ പോയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഉരുളൻകിഴങ്ങൊന്നും ഉടഞ്ഞു പോയിട്ടില്ല. അപ്പോൾ നമുക്ക് അരപ്പൂടെ ചേർത്ത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. ഇത് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഇതാണ്. ഇതിലേക്ക് ഏത് മുളപ്പിച്ചതോ, കടല മുളപ്പിച്ചതോ, ചെറുപയറോ, ഏത് തരത്തിലുള്ള മുളപ്പിച്ച പയറുവർഗ്ഗങ്ങൾ ചേർത്തായാലും നമുക്ക് കറി ഉണ്ടാക്കാം. വളരെ ടേസ്റ്റാണ്. മുതിര മുളപ്പിച്ചതൊക്കെ നല്ല ടേസ്റ്റായിരിക്കും. അപ്പോൾ നമ്മൾ അരപ്പൊടി ചേർത്തിട്ടുണ്ട്. അരപ്പൊടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്ക് നന്നായിട്ട് തിളപ്പിക്കാൻ വെക്കാം കേട്ടോ. നന്നായിട്ട് തിളച്ച ശേഷം നമുക്ക് കടുക് വറുത്ത് ഇതിലേക്ക് ചേർക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ ഞാൻ മസാല അരച്ച അതേ മിക്സിയിലേക്ക് ഒരല്പം വെള്ളം കൂടെ ചേർത്ത്
കലക്കി ഒഴിക്കുന്നുണ്ട്. നമുക്ക് ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യമില്ല കേട്ടോ, എന്നാൽ ഒരുപാട് അങ്ങ് കട്ടിയാവരുത് ഈ കറി. ഇപ്പോൾ ദേ എണ്ണയൊക്കെ തെളിഞ്ഞ് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കടുകും മുളകും കറിവേപ്പിലയൊക്കെ ഇട്ട് താളിച്ച് നമുക്കിതിലേക്ക് ചേർക്കാം. അപ്പം വളരെ എളുപ്പത്തിലുണ്ടാക്കാൻ പറ്റിയ ഒരു മുളപ്പിച്ച പയർ കറിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ, ഒരു വട്ടമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അടുത്ത നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബായ്.